Glory be to God's name. മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം. I convey my loving greetings to everyone in the name of our Lord Jesus Christ who resurrected from the dead. വീണ്ടും ഒരവസരം ലഭ്യമായതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം ദൈവസഭയ്ക്കും നന്ദി പറയുന്നു. I thank God for giving me an opportunity to preach from God's word and also thank the assembly for giving me this opportunity. ആരാധന എന്ന് ചരിത്രാതീതമായ കാലം മുതൽ ഉള്ളതാണ്. Worship has got a historical background. നമുക്കറിയാം, പൗരാണിക ചരിത്രങ്ങൾ സുമേറിയൻ നാഗരികത മുതൽ ഇങ്ങോട്ട് ആരാധന എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. We know that in the ancient historical literature from the Sumerian times, worship has been prevalent. ആധുനികമായ ഒരു എഴുത്തായ ഗിൽഗമേഷ് പുരാണത്തിലും ആരാധന, വ്യത്യസ്തമായ ആരാധനയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. In a slightly modern literature like Gilgameshian epic, we also see a reference to worship. പല രീതിയിലുള്ള ആരാധന, നാം ഇന്ന് ആരാധിക്കും പോലെ നിത്യതയെ നോക്കി പാർത്തുകൊണ്ടുള്ള ഒരു ആരാധന ആയിരുന്നില്ല അവർക്ക്. There are different types of worship. They didn't have a worship like this where we are looking at eternity and worshiping God. ദൈനംദിന ജീവിതത്തിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ലഭ്യമാകേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. Their prayer was to receive things that they needed for their day-to-day life. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ മഴയെ ആരാധിച്ചിരുന്നു, സൂര്യനെ ആരാധിച്ചിരുന്നു. അങ്ങനെ ഭൂമിയിൽ ലഭ്യമാവുന്ന ഐശ്വര്യങ്ങൾക്ക് വേണ്ടി അവർ ആരാധന നടത്തിയിരുന്നു. In other words, they used to worship rain, they used to worship sun. So to get things in this world, they used to worship, they used to conduct their worship. അതിനുവേണ്ടി ദൈനംദിന ജീവിതത്തിൽ അവർ വ്യത്യസ്തങ്ങളായ ആരാധനകൾ, അതായത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ആരാധന. അതിനുള്ള യാഗവ്യവസ്ഥകൾ അവർ ആസൂത്രണം ചെയ്തു പോകുന്നു. So to get things in their life to please God, they conducted their worship in different manner. യാഗങ്ങൾ, മൃഗബലികൾ, നരബലികൾ, കുഞ്ഞുങ്ങളെ വരെ യാഗമർപ്പിക്കുന്ന വ്യവസ്ഥകൾ അവർക്ക് നിലവിലിരുന്നു. They had sacrifices, they were offering animals, humans and even children. This type of practices they had. അതിനുശേഷം നമ്മൾ ഇസ്രായേലിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ ഒരു ആരാധന നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. When we come to the times of Israel, we see a different worship there. സമാഗമന കൂടാരത്തെ ചുറ്റിപ്പറ്റിയുള്ള ആരാധനകൾ നാം കാണുന്നു. We see a worship that is concentrated around the tabernacle. അവിടെയും മൃഗങ്ങളെ യാഗമർപ്പിക്കുന്നു എങ്കിൽ പോലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, ഉൾക്കാഴ്ചകൾ അതിനുണ്ടായിരുന്നു. Even though they were offering animals, they had a different perspective about that. ആരാധന അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പല വിഭാഗത്തിൽ നമ്മൾ ഹൈന്ദവരിൽ തന്നെ വ്യത്യസ്തമായ ആരാധനകൾ നമ്മൾ കാണുന്നു. And worship was continuing and different people, even among Hindus we see worship. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ബലിയല്ല, കരുണയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ സമ്പ്രദായത്തിലേക്ക് നാം വരുന്നു. But when we come to the New Testament, we see that Lord says, I don't need a sacrifice but I desire mercy. We come to such a type of worship now. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ആരാധനാ രീതികളുടെ പേരിൽ വിവിധങ്ങളായ ചർച്ചകൾ രൂപപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. But in today's times, according to different worship style, we see different churches being formed. ആരാധന എന്ന് പറയുന്ന ഒരു തർക്ക വിഷയമാണ് ഇന്ന് പുതിയ നിയമസഭയിൽ. In the New Testament church, worship has become a subject of debate. എങ്ങനെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം, ഏത് സമയത്ത് ആരാധിക്കണം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. Today, a lot of discussion is taking place about where and when and how worship should be taking place. ആദ്യമായിട്ട് ഞാനൊന്ന് പറയട്ടെ, ആരാധന എന്തല്ല. Let me tell you first what worship is not. പലരും ചിന്തിച്ചിരിക്കുന്നത് സംഗീതമാണ്, പാട്ടുകളാണ് ആരാധന എന്നുള്ളതാണ്. Many people think that singing is worship. അതുകൊണ്ടാണ് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് അതുപോലെയുള്ള ഈ ന്യൂജൻ വിഭാഗത്തിലൊക്കെ അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ കടന്നുകൂടി വരുന്നത്. That's why we see this kind of practices like praise and worship gathering in these days. അതിനോടൊപ്പം വർഷിപ്പ് ലീഡേഴ്സ് ഉരുത്തിരിഞ്ഞു വരുന്നു. And we see worship leaders getting formed. അപ്പോൾ അതാണോ ആരാധന? അതല്ല ആരാധന എന്ന് ആദ്യം നാം മനസ്സിലാക്കുക. So is that worship? Firstly we should understand that is not worship. പിന്നെ രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ഈസ് നോട്ട് സംതിങ് വി ഡു ഓൺ ഒക്കേഷൻ. അതായത് നമ്മൾ ഇപ്പൊ ഇന്ന് തന്നെ ഞായറാഴ്ച വന്നിരുന്ന് ആരാധിക്കുന്നതാണ് ആരാധന എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. And another misunderstanding is that worship is something that is done at a particular
time and on an occasion. നാം ചിന്തിക്കുന്ന ചില സ്ഥലങ്ങളിൽ പോയിരുന്ന് ആരാധിക്കുക, ചില രീതിയിൽ ആരാധിക്കുക, ഇതൊക്കെയാണ് ആരാധനയുടെ മർമ്മം എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. We think that the mystery of worship is to go to a certain place and to worship in a certain style. ആ ധാരണയെ തിരുത്തിക്കൊണ്ടാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് പറഞ്ഞ് ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്നെ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞത്. And that's why the Lord Jesus Christ, to correct this impression, said, you should not worship me in that mountain or this mountain. പിന്നെ പൊതുവേ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സ്തോത്രയാഗങ്ങൾ ഇടപെടാതെ അർപ്പിക്കുക എന്നുള്ളതാണ് ആരാധനയുടെ മർമ്മം എന്ന്. And we think that the mystery of worship is to offer the praise of our lips continuously. അത് സത്യമാണ്, പക്ഷെ ആ പഠിപ്പീരിൽ വന്നിരിക്കുന്ന ഒരു പാളിച്ചയുണ്ട്. But that is correct, but there is a small error that has crept into the teaching. ഇത് രണ്ട് എക്സ്ട്രീമാണ്. ഒന്ന് വേറൊരു സൈഡ് നൃത്തം ചെയ്ത് പാടി തുള്ളിയുള്ള ആരാധന, രണ്ടാമത് മൗനമായിരുന്ന് സ്തോത്രം അത് നമ്മെ സംബന്ധിച്ച് ഉച്ചത്തിൽ പറഞ്ഞു പോയാലും അത് പ്രശ്നമായി തീരും. And we have two extremes. One is there is a lot of singing and praising God, but on the other hand there is a worship where we praise God from the heart, and sometimes we think that it's even not right to say something aloud at that time. പൊതുവെ നമുക്ക് ചിന്തിച്ചിരിക്കുന്നത് ഞായറാഴ്ച ഇവിടെ വന്ന് കൂടി വരുന്നുള്ള ആരാധനയാണ് യഥാർത്ഥ ആരാധന എന്നാണ് നാം ചിന്തിച്ചിരിക്കുന്നത്. We think that coming to hall on Sunday and worshiping God is the right worship. നമ്മുടെ സഭായോഗങ്ങളെ വിശുദ്ധ സഭായോഗങ്ങളാണ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. Our meetings have been called as holy meetings. ഞായറാഴ്ചത്തെ സഭായോഗത്തിനും വിശുദ്ധ സഭായോഗം തന്നെയാണ്. And Sunday worship meeting is also holy congregation. നമ്മൾ അതിനെ ഒരു വല്ലാത്ത പ്രാധാന്യം നൽകി മറ്റ് യോഗങ്ങൾക്ക് ഇടിച്ചു താഴ്ത്തുന്ന ഒരു പ്രവണത നാം കാണുന്നു. We give a lot of importance to Sunday worship, but not giving enough importance to other meetings in the week. ഞായറാഴ്ച കടന്നു വരുമ്പോൾ പ്രത്യേക മുഖഭാവത്തോടു കൂടി കടന്നു പോകണം, പ്രത്യേക ഡ്രസ് കോഡോട് കൂടി കടന്നു വരണം. അതിനെ ആരാധന യോഗം എന്ന് വിളിക്കുന്നതിനോട് പോലും ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. And when we come to worship meeting, we have to come in a dress code, in a certain expression in our face, and I even have a doubt whether we should call this meeting as a worship meeting. എല്ലാ യോഗങ്ങളും വിശുദ്ധ സഭായോഗങ്ങളാണ്. Every meeting of the church is a holy meeting. അവിടെ ആരാധനയുണ്ട്, പ്രബോധനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. There is exhortation, praising God and prayer. അതെല്ലാം വിശുദ്ധ യോഗങ്ങൾ തന്നെ, വിശുദ്ധ സഭായോഗങ്ങൾ തന്നെ. All there is holy church meetings. അപ്പോൾ എന്തല്ല എന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുകയായിരുന്നു. Now we have been considering what is not worship. ഇനി ആരാധനയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. Let's quickly see what Bible says about worship. ഓൾഡ് ടെസ്റ്റ്മെന്റ് പല വാക്കുകൾ, ഹീബ്രു വാക്കുകൾ ആരാധനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. In the Old Testament many Hebrew terms have been used in connection with worshiping God. എന്നാൽ പ്രധാനമായിട്ട് രണ്ട് വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. But two terms have been used in Hebrew. ഒന്ന് ഷഹാഹ് എന്നും രണ്ട് ഹവാദ് എന്നും. One is Shahah and second word is Avad. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ when we come to the New Testament, ഒത്തിരി വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്, എങ്കിലും അവിടെയും രണ്ട് വാക്കുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. Many words have been used, but two have been used in particular. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ് പ്രോസ്കുനിയോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. One is a Greek word that is familiar to you, which is proskuneo. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന ലാട്രിയോ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Second Greek word used is latrio. ഇതിന്റെ അർത്ഥത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം യഥാർത്ഥ ആരാധന എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. When we study the meaning, then we realize what is the true worship. ഞാൻ ആദ്യം പറഞ്ഞ ഷഹാദ് എന്ന വാക്കും പ്രോസ്കുനിയ എന്നുള്ള ഗ്രീക്ക് വാക്കും ഷഹാദ് എന്ന ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ചിരിക്കുന്നതും പ്രോസ്കുനിയോ എന്ന ഗ്രീക്ക് വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകളും ഒരേ അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And the Old Testament Shahah and Avad and the New Testament proskuneo and latrio have been used in the same sense. Only proskuneo have been used in the same sense. അതിന്റെ അർത്ഥം to bowing down എന്നാണ്. It means to bow down. രണ്ടാമത് ഞാൻ പറഞ്ഞു ഹവാദ്, ഹീബ്രുവിൽ ഹവാദ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. Secondly, in Hebrew the word havad is used. ഗ്രീക്കിൽ ലാട്രിയോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. In Greek the word latrio is used. ഇത് രണ്ടിന്റെ അർത്ഥം to serve എന്നാണ്. And these two words mean to serve. അപ്പോൾ നമുക്കൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ to bowing down and to serve എന്ന അർത്ഥത്തിൽ വരും. And to summarize, we can say that it is bowing down and to serve. അതായത് ഒരു വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കി അവനെ സാഷ്ടാംഗം പ്രണമിക്കുക എന്നുള്ളത് ആരാധനയുടെ ഒരു ഭാഗം. And worship means to understand the greatness of a person and to bow down before him. ആ വെളിപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ സെർവ് ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ ഒരു ഭാഗം. And the second part is knowing that greatness
and accepting His greatness, we serve God. ഒരു വേദപണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സബ്മിഷൻ, ഹ്യൂമിലിറ്റി ആൻഡ് സെർവിങ്, അതാണ് ആരാധനയുടെ ആകത്തുക എന്നാണ്. And one God servant has said like this: the summary of worship is submission, humility and service. അതായത് അവന്റെ മഹത്വം മനസ്സിലാക്കി കഴിയുമ്പോൾ നാം അവനെ സബ്മിറ്റ് ചെയ്യുക, അവനെ സമർപ്പിക്കുക. നമ്മൾ ഹ്യൂമിലിറ്റി, അതിൽ നിന്ന് ഹ്യൂമിലിറ്റി ഉണ്ടാകുക, അതിൽ നിന്ന് സർവീസിംഗ് ഉണ്ടാകും. And when we see the glory of God, we submit ourselves before Him in humbleness, and out of that comes service. മറ്റൊരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് റെവലേഷൻ ആൻഡ് റെസ്പോൺസ് എന്നാണ്. And another God servant has said that worship is revelation and response. അതായത് അവന്റെ വെളിപ്പാടുകൾ കണ്ട് അവനെ അതിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. And it means that see His revelation and respond to that in our own way. ഇതിലേക്കൊന്നും ആഴമായിട്ട് ഇപ്പോൾ പോകാൻ സമയമില്ല, പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല, അതുകൊണ്ട് ആ ഭാഗങ്ങൾ വിടുന്നു. And since I don't have the time and that's not my subject, I'm not going into depth in this matter. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം ആരാധനയല്ല, ആരാധകൻ ആരാധന എന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. I'm not going to speak about worship, and I'm going to speak about worshipper. അതിലേക്ക് നയിക്കുന്ന ചില ആമുഖ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഇവിടെ പ്രഖ്യാപിച്ചത്. And what I said is some introduction that is leading to this subject. നമുക്ക് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. Now come to the book of Ezekiel. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. Ezekiel chapter 1 verse 10. Ezekiel 1:10. വായിക്കുന്നുണ്ടോ? Ezekiel 1:10. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4-നും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4-നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇരുമുഖമുള്ളവരെ സാധാരണ കണ്ടു. We see two-faced people sometimes. 2 മുഖമുള്ളവരാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടെ പലർക്കും. And many of us, including you and me, have two faces. വീട്ടിലൊരു സ്വഭാവവും വീട്ടിലൊരു മുഖവും പുറത്ത് വേറൊരു മുഖവും. And one face at home and another face outside. വിശ്വാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ത്രിവിധ മുഖങ്ങൾ കാണും. As far as believers are concerned, there are 3 faces. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. Do you know what are those? ഏതൊക്കെയാ ഒന്ന് പറഞ്ഞു നോക്കി. Can you say what are the 3 faces of a believer? One is in church. കാര്യം അറിയാം. അപ്പം വീട്ടിലൊരു മുഖം, പുറത്തൊരു മുഖം, സഭയിൽ വേറൊരു മുഖം. One face in home, one face outside, and one face in the church. ചിലർക്ക് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞൊരു ചതുർമുഖം, 4 മുഖമുള്ള, ചിലർക്ക് 4, 5, 6 ഒക്കെ മുഖങ്ങൾ കാണാൻ ചിലപ്പോൾ. We see 4 faces here. Some people may have 5 or 6 or 7 faces. ഇവിടെ യെഹെസ്കേൽ പ്രവാചകൻ ഒരു സ്വർഗീയ ദർശനത്തെ കാണുന്ന ചിത്രമാണ് നമ്മുടെ കാണുന്നത്. We see a picture of Ezekiel prophet seeing a heavenly vision. നമുക്കറിയാം ഇത് ആരെയാ കണ്ടതെന്ന്. We know who he is seeing. സ്വർഗീയ ആരാധന, അതായത് കർത്താവിനെ ആരാധിക്കുന്ന കെരൂബിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. He is seeing the face of a cherub who is worshipping heavenly God. നമുക്ക് ഇതിന്റെ പശ്ചാത്തലവും ഏകദേശം ഒക്കെ അറിയാം. ബാബിലോണിന്റെ ക്യാപ്റ്റിവിറ്റിയിലായിരുന്നു അവർ. കേബാർ നദിയുടെ തീരത്ത് വെച്ച് യെഹെസ്കേൽ കാണുന്ന ഒരു ദർശനമാണിത്. We know the background. When they were in exile in Babylon by the river Kebar, he is seeing a vision. അതായത് ഇസ്രായേൽ മക്കളെ കഴിവുള്ളവരെ പിടിച്ചുകൊണ്ട് നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. Now King Nebuchadnezzar captured the able-bodied men of Israel and took them to Babylon. അതിനു മുൻപിലുള്ള ഒരു അല്പ പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. We have to understand little more about the background. ഏകദേശം BC 740 അവർ അസീറിയൻ ക്യാപ്റ്റിവിറ്റിയിലായിരുന്നു. In 740 BC, the Israelites were under Assyrian captivity. വടക്കേ രാജ്യം പൂർണ്ണമായിട്ടും അസീറിയൻ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയിരുന്നു. The northern kingdom had gone completely into Assyrian captivity. അസീറിയൻ ക്യാപ്റ്റിവിറ്റിയെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ പൈശാചികന്റെ തുറന്ന മുഖമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. Assyrian captivity shows an open satanic face. ഈ അശൂരിന്റെ തലസ്ഥാനമായിരുന്നല്ലോ നിനവേ, അത് നമുക്കറിയാം. We know that the capital of Assyria was Nineveh. നഹൂം ഒരിക്കൽ നിനവേ പട്ടണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, രക്തപാതങ്ങളുടെ പട്ടണമേ അയ്യോ നിനക്ക് കഷ്ടമാണെന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The prophet Nahum said, "O city of bloodshed, woe to you." യോന ഒരിക്കൽ നിനവേയിലേക്ക് പോകാൻ കർത്താവ് ആഹ്വാനം ചെയ്തിട്ടും തർസോസിലേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. We see that when prophet Jonah was called to go to Nineveh, he actually went to Tarsus.
ഈ അസീറിയക്കാർ എത്രമാത്രം മൃഗതുല്യരാണെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. We know that who studied history know how brutal the people of Assyria are. അവരൊരു പ്രദേശം പിടിച്ചടക്കുമ്പോൾ അവിടെ ചെയ്യുന്ന വൃത്തികേടുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And when they capture a country, the wrong things they do in that place is recorded in history. അവിടുത്തെ ജനങ്ങളുടെ ശരീരാവയവങ്ങൾ ഛേദിക്കുന്ന ഒരു പ്രവണത അവർക്കുണ്ടായിരുന്നു. They had a practice of dismembering the body of the people who were captured. ജീവനോടെ അവർ മനുഷ്യന്റെ തോലുരിക്കുമായിരുന്നു. And they would strip a person of his skin while he was still alive. തല വെട്ടുമായിരുന്നു. They will behead a person. അഗ്നിക്കിരയാക്കുമായിരുന്നു. They would throw people into fire. ശരീരങ്ങളെല്ലാം ഇങ്ങനെ ശവശരീരങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടമായിട്ട് കൂട്ടിയിട്ട് അവർ ആനന്ദിക്കുമായിരുന്നു. And they used to gather all the dead bodies together in a heap and they were rejoicing. ഏറ്റവും ഭയാനകമായ ഒരു വിനോദമായിരുന്നു രഥചക്രങ്ങൾ മനുഷ്യന്റെ തലവഴി കയറ്റി ഇറക്കിക്കൊണ്ടു പോകുന്ന ഒരു വിനോദം അവർക്കുണ്ടായിരുന്നു. And they had an entertainment that they used to take chariots over the head of people. അപ്പോൾ അവർ ഒരു രാജ്യത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കൊള്ളയടിച്ചിട്ട് അവർ അവിടെ നിന്ന് പോകുകയായിരുന്നു. And when they captured a place, they used to totally rob that place and destroy that place. അതുകൊണ്ടാണ് യോഹന്നാൻ 10:10 പിശാചിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും. ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു അവരുടെ കാര്യത്തിൽ. And in John 10:10 the Lord says about the thief that he comes to steal, destroy. അവർ കൊള്ള മുതൽ കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. They were living out of their robbery. തലവിട്ടും മുടിക്കുവാനും അറക്കുവാനും വേണ്ടി വരുന്ന പിശാചിന്റെ രൂപമായ അസീറിയക്കാരെ നാം അവിടെ കാണുന്നു. We see Assyrians who are the face of Satan who comes to destroy and plunder people. എന്നാൽ അതിനുശേഷം BC 600 കൂടിയാണ് ബാബിലോൺ വരുന്നത്. But around 600 BC now there is entry of Babylon. ബാബിലോൺ അല്പം വ്യത്യസ്തമായിരുന്നു. അവർ നശിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ബാബിലോണിന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. Even the Babylonians were destroying people, but they had a different perspective. നമുക്കറിയാം അശ്ശൂർ പിശാചിന്റെ പ്രതീകമായിരുന്നെങ്കിൽ ബാബിലോൺ ലോകത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. If Assyria was a picture of Satan, devil, Babylon was a picture of the world. നമുക്കറിയാം അവിടുത്തെ മന്ത്രവാദം, സംസ്കാരം, ബാബിലോണിയ സംസ്കാരങ്ങൾ എല്ലാം നമുക്ക് വായിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. We can read and understand about the sorcery and about the culture of Babylon. പ്രകാശമാനമായ പട്ടണങ്ങൾ, പൂന്തോട്ടങ്ങൾ, ലോകത്തിന്റെ 7 വണ്ടേഴ്സിൽ ഒന്നായ ഗാർഡൻ, ഹാങ്ങിങ് ഗാർഡൻ ഈ ബാബിലോണിലായിരുന്നു. They used to make wonderful the lightings and they had gardens, and one of the 7 wonders of the ancient world was hanging gardens of Babylon. ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ദാനിയേലിനെയും പരിവാരങ്ങളെയും അവിടേക്ക് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഭാഷ, സംസ്കാരം, ഭക്ഷണം എന്നിത്യാദി കാര്യങ്ങൾ പരിശീലിപ്പിക്കുവാനായിരുന്നു അവർ ശ്രമിച്ചത്. We see that Daniel and the other young people, when they were taken into captivity, they were trained in the Babylonian culture, language and food habits. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് യെഹെസ്കേൽ ഈ ദർശനം കാണുന്നത്. Now in the background of all these events, Ezekiel is writing his prophecy. ഞാനിവിടെ പറഞ്ഞു വന്നതിന്റെ പശ്ചാത്തലം, നാം ഇന്ന് കഷ്ടതയിലല്ല, നാം ഇന്ന് ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. What I'm trying to say is that we are not in hardship, but we have been transformed into the world at this time. ആ കാലത്തിലാണ് യഥാർത്ഥമായ ആരാധന എന്താണെന്ന് യെഹെസ്കേലിനെ കാണിച്ചു കൊടുക്കുന്നത് ദൈവം. At that period of time, God is showing Ezekiel what is the right kind of worship. നമുക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 4:7 നമുക്ക് ഇതേ മുഖങ്ങൾ യോഹന്നാൻ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4:7. In Revelation 4:7 we see to John the Holy Spirit is showing similar face. വെളിപ്പാട് പുസ്തകം 4:7 നമുക്ക് വേണമെന്ന് വായിക്കാം. Let's read Revelation chapter 4 verse 7. കണ്ടോ, ഈ 4 പ്രവണതയും യോഹന്നാൻ കാണുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. We can see John seeing all the 4 faces here. ഒന്നാമത്തെ യെഹെസ്കേൽ കാണുമ്പോൾ ബാബിലോണിൽ ആയിരുന്നെങ്കിലും മാറി കേബാർ നദീതീരത്തായിരുന്നു. And when Ezekiel is seeing the vision, even though he was in Babylon, he was at that time at the riverside of Kebar. എഫെസസ് മുതൽ ലവോദിക്ക വരെ കാലഘട്ടത്തിൽ, ചരിത്രപരമായ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യോഹന്നാൻ ഇവിടെ കാണുന്ന പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ടാണ്. And John, who was living in the time of Ephesus to Laodicea, he was seeing
this vision at the Isle of Patmos. അപ്പോൾ ഇവർ രണ്ടുപേരും കാണുന്നത് ലോകത്തിലായിരുന്നെങ്കിലും ലോകത്തിൽ നിന്ന് വിട്ട് വ്യത്യസ്തമായ ഒരു മേഖലയിലാണ് ഇവർ കാണുന്നത്. And these two people, even though they were in the world, they were seeing this vision apart from the world. ഇവിടുന്ന് ഒരു ചെറിയ പാഠം ഞാൻ പറയട്ടെ. നാം ലോകത്തിൽ മുഴുകിൽ ജീവിക്കുമ്പോൾ സ്വർഗീയ ആരാധന ആസ്വദിക്കാൻ സാധ്യമല്ല. I will tell you a small truth here. When we are living immersed in this world, it's not possible to offer a heavenly worship. നാം സ്വർഗീയ ദർശനങ്ങൾ, സ്വർഗീയ ആരാധന നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ ലോകവുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് സാധ്യമല്ല എന്നർത്ഥം. And in other words, to have a heavenly worship, it's not possible when we are compromising and living in tune with the world. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രാജാൻ എഴുതിയൊരു മനോഹരമായ ഒരു ഗാനമുണ്ട്. There is a wonderful song written by Ryan Chan a few years back. ഇതേ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഒരു പാട്ട്. And that song is written based on the subject. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Do you know the song? ബാബേൽ നദിയുടെ തീരത്ത് ഞാനിരുന്നു എന്നുള്ള ഒരു ഗാനം, മനോഹരമായ. It's that I was sitting on the river near the rivers of Babylon. അതിന്റെ ചരണം, ഒരു സെക്കൻഡ് ചരണം ഇപ്രകാരമാണ്. അത് സിയോനെ മുഖ്യ പ്രമോദമായി കണ്ടിന്ന് സോദോം പ്രതാപം എല്ലാം വെടിഞ്ഞ്. സിയോനെ മുഖ്യ പ്രമോദമായി കാണണമെങ്കിൽ ലോകമാവുന്ന സോദോമിന്റെ എല്ലാം വെടിയണമെന്നാണ് അവിടെ എഴുതിയത്. In the second stanza of the song, it says that if you want to enjoy the beauty of Zion, then you have to give up the pleasures of Sodom. അതായത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും രുചിച്ചെറിഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കാൻ സാധിക്കണമെങ്കിൽ സോദോമാകുന്ന ലോകത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. In other words, to worship God with all the heavenly blessings, then you have to stay apart from the world which is Sodom. വേറെ ഒരു രസകരമായ ഒരു കാര്യം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദ റബ്ബിമാരുടെ ഒരു രചനയിൽ പ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. Another interesting thing which we can see in rabbinic literature, അതായത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, when Israelites were traveling through the wilderness, അവർ പാളയം ഇറങ്ങുന്നത് വളരെ രസകരമായിരുന്നു. and the way they pitched their tent was very interesting. മധ്യത്തിൽ സമാഗമന കൂടാരം, in the middle was the tabernacle, അതിനുശേഷം നാല് സൈഡിലായിട്ട്, നാല് വശങ്ങളിലായിട്ട് 3 ഗോത്രങ്ങൾ വീതം, ഓരോ ഗ്രൂപ്പ് വീതം ഉണ്ടായിരുന്നു. And on the 4 sides there were 3 tribes each staying there. അങ്ങനെ രസകരമായ ഒരു കാര്യം, കിഴക്ക് യഹൂദ ഗോത്രത്തിന്റെ കീഴിലുള്ള ഒരു ഗോത്രമായിരുന്നു. An interesting thing is that on the east side the 3 tribes were led by Judah. അവരുടെ എംബ്ലം സിംഹത്തിന്റെ കൊടിക്കൂറയായിരുന്നു എന്നാണ് പറയുന്നത്. And we see their flag, the lion was represented. സിംഹത്തിന്റെ മുഖത്തോടു കൂടിയുള്ള ഒരു കൊടി. And it was a flag which had the face of a lion. തെക്ക് എഫ്രൈം ആയിരുന്നു. And south was Ephraim. എഫ്രൈമിന്റെ എംബ്ലം മനുഷ്യ മുഖമായിരുന്നു. And the emblem of Ephraim was the face of a man. വടക്ക് ദാൻ ഗോത്രത്തിൽപ്പെട്ട 3 കൂട്ടർ. And on the north there is 3 tribes led by the tribe of Dan. അവരുടെ എംബ്ലം കഴുകന്റെ മുഖത്തോട് കൂടിയതായിരുന്നു. And their emblem had the face of an eagle. പടിഞ്ഞാറ് റൂബൻ ഗോത്രമായിരുന്നു. And on the west was the tribe of Reuben. അതിന്റെ എംബ്ലം കാളയുടെ മുഖത്തോട് കൂടിയായിരുന്നു. And that emblem had the emblem of a face of an ox. അതായത് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ ക്രിസ്തുവാകുന്ന സമാഗമന കൂടാരത്തിന് ചുറ്റും കൂടി നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന മനോഹരമായ ചിത്രം നമുക്കിവിടെ കാണാം. So we can see the redeemed Israelites, they were worshipping God in the form of a tabernacle in the middle in their wilderness journey. നാം ഉയരത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുരിശിന്റെ രൂപത്തിലാണ് സമാഗമന കൂടാരത്തിന് ചുറ്റും ഇവർ നീങ്ങിക്കൊണ്ടിരുന്നത്. And when we look from above, from the top, we could see they were traveling in the form of a cross, in the shape of a cross. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടയാളമായ സമാഗമന കൂടാരത്തിന് ചുറ്റും കൂടി അവനെ ആരാധിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൈവമക്കൾ. And they were a group of people who are children of God, who were worshipping God, Lord Jesus Christ, who was in the tabernacle. മിസ്രയീം എന്ന ലോകത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു ആരാധിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ദൈവമക്കൾ. And they were God's people who left the world which is Israel, and they were worshipping God in their journey. ഇനി ഈ മുഖങ്ങളിൽ നമുക്ക് എന്താണ് പ്രായോഗികമായിട്ട് ചിന്തിക്കുവാനുള്ള ഒരു ആരാധകൻ ആയിരിക്കുമെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. From these 4 faces we can see what kind of a person a worshipper will look like. ഒന്നാമത്തെ സിംഹത്തിന്റെ മുഖമാണ് നാം ഇവിടെ വായിച്ചത്. First we saw the face of a lion. സിംഹത്തിന്റെ മുഖത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ രാജാവാണ്. And face of a lion shows that he is a king. അതോറിറ്റി, സിംഹം എന്ന് പറയുമ്പോൾ അതോറിറ്റിയുടെ പ്രതീകമാണ്. And simha and lion represents authority. നമ്മുടെ ആരാധനകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ സർവീസുകൾ
അതോറിറ്റിയോട് കൂടിയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. The question is whether our worship, whether our the pattern of worship is all led by authority. നമുക്കറിയാം യോശുവയുടെ ഒരു വളരെ സുപ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. We know the famous saying by Joshua. എന്താണത്? What is it? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. He said that as for me and my house we will serve the Lord. അല്ല, എൻ്റെ സഹോദരിയോട് ഞാൻ ചോദിക്കട്ടെ, സഹോദരിക്കും കൂടി സമ്മതമാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കാമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And he didn't say that let me ask my wife and if she agrees then I will serve the Lord. That is not what he said. എൻ്റെ കുഞ്ഞുങ്ങളോടും കൂടി ഒന്ന് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. He didn't say that let me consult with my children and then I will serve God. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും സേവിക്കും എന്ന് യോശുവ ഉറപ്പിച്ച് പറയുകയാണ്. Now Joshua is saying assuredly not only I but my family also will worship God. അപ്പോൾ ഞാൻ സേവിച്ചാൽ എൻ്റെ കുടുംബം സേവിക്കുമെന്ന് യോശുവയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. And Joshua was sure that when I serve God my family will also join me. ഇന്ന് ചങ്കത്ത് കൈവച്ച് നമുക്ക് ആർക്കും പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ്. And today we cannot place our hand on the heart and say this like Joshua. നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഫ്രൈഡേ ഞാൻ മീറ്റിങ്ങിന് പോകുന്നു, എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ വന്നിരിക്കുമെന്ന് പറയാൻ ആധികാരികത നമുക്കില്ല. We don't have an authority to say that I am going for a meeting on Friday but my child also will accompany me. ഞാൻ ആരാധന യോഗത്തിൽ പങ്കെടുക്കും, എൻ്റെ കൂടെ എൻ്റെ കുടുംബവും ഉണ്ടാകും എന്ന് പറയാൻ നമുക്ക് ആധികാരികതയില്ല. And we don't have the authority to say that I will worship God on Sunday along with my family. പിന്നെ നാം പറയുന്ന ചില ഉപാധികളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നാം ഒന്നും പറയുന്നത് നിൽക്കത്തില്ല. We have some excuses saying that when our children are growing up they will not stay in the boundary. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത്. It is that the habit of young goes till it is old. നാം എങ്ങനെ അവരെ പരിശീലിപ്പിക്കുന്നു അതനുസരിച്ചാണ് അവർ വളർന്നു വരുന്നത്. The way the training is given, that's how they keep growing. സൈക്കോളജിയിൽ ഇപ്രകാരം പറയുന്നത് 18 വയസ്സ് വരെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. Psychology says that a person's personality is developed till he reaches the age of 18. 18 വയസ്സ് കഴിഞ്ഞാൽ അവനെ ഒരിക്കലും അവന്റെ പേഴ്സണാലിറ്റി മാറ്റുവാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. After 18 it is not possible to change his personality. അപ്പോൾ ഈ 18 വയസ്സ് വരെ നാം കൊടുക്കുന്നതാണ് അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നാം മാത്രമല്ല അവന്റെ സമൂഹവും അവന്റെ സ്കൂളും എല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. And whatever we give it till he reaches the age of 18, not only us, including his the society and the school, all that contribute to his personality. പിന്നെ നാം 18 വയസ്സ് കഴിഞ്ഞാൽ ക്രിസ്തുവിലായ പ്രത്യേക രീതിയിൽ നാം മോൾഡ് ചെയ്യപ്പെട്ടെടുക്കുകയാണ്. And after 18 in a particular way we are molded to the image of Christ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന്. അത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന പൗലോസിന് പോലും അങ്ങനെ പറയേണ്ടി വന്നത് ആ പഴയ സ്വഭാവം, പഴയ ക്യാരക്ടർ, പേഴ്സണാലിറ്റി 18 വയസ്സ് വരെ രൂപം കൊണ്ടത് അവനിൽ കിടക്കുന്നു. അതുകൊണ്ടാണ്. And because Paul also, even though he had a very high spiritual standard, he says, oh woe to me, I am undone because of his past till he was 18, the way he led his life. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ അതോറിറ്റിയോട് കൂടിയുള്ളതാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. Our conversations, our the worship and other matters, we should see whether it is done in authority. മത്തായി 28:18 കർത്താവ് തന്നെ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരുന്നു, അതാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. Matthew 28:18 the Lord says all authority is given to me on heaven and earth and that I am giving it to you. അയ്യോ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ കേൾക്കാതിരിക്കുമോ ഇങ്ങനെയുള്ള സംശയത്തിന്റെ കാര്യമില്ല. നമുക്ക് അതോറിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ പ്രാഗൽഭ്യത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. We don't have to have a doubt whether God will hear my prayer or not, because God has given us authority. We should have that assurance. ഒന്നാമത്തെ നാം കണ്ടു സിംഹമുഖം അതോറിറ്റിയെ കാണിക്കുന്നു. First we saw the face of lion represents authority. രണ്ടാമത്തെ കാളമുഖമാണ്. Second is the face of an ox. അതോറിറ്റി ഉണ്ടാകണം, അതുപോലെ തന്നെ കാളമുഖം ഹ്യൂമിലിറ്റി ഉണ്ടാകണം. Along with authority, the face of ox shows that we should have humility. നാം സർവീസ് ചെയ്യാൻ എപ്പോഴും സന്നദ്ധമായിരിക്കണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And God desires from us to have that we be ready to serve all the time. ഒരു കാളയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സർവീസ്, ഒന്ന് സാക്രിഫൈസ്. About an ox we can see that it does two things, one is service and the other one is sacrifice. അന്നത്തെ കാലഘട്ടത്തിൽ സർവീസിനും സാക്രിഫൈസിനും വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് സർവീസിനും നമുക്ക് അതിനെ സ്ലോട്ടർ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. In those days if the ox was used for service and sacrifice, in today's time it is used for service and slaughter. അതിന്റെ ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ്
തുടർമാനമായിട്ട് സാക്രിഫൈസിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. And we can say in totality that service will eventually lead to sacrifice. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം 10:44-45 വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നു ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവില കൊടുക്കുവാനുമാണ്. And in Matthew 20:28 and Mark 10:44-45 it says the Son of Man has not come to be served but to serve others and give his life as a ransom for many. ഇവിടെ തന്നെ വന്ന് കണ്ടോ, സർവീസ് സാക്രിഫൈസ് രണ്ടും വന്നിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി തീരുവാനുമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. And it says two things, that I came to give my life to serve others and to give my life as a sacrifice for many. ഫിലിപ്പിയ ലേഖനം 2:5 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. In Philippians 2:5 it says that there is no greater love than this, than to give your life for your brother. സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സർവീസ് അല്ലെങ്കിൽ ആരാധന എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. And God says that to give your life for your brother is the greatest service or worship. നമ്മുടെ സഭാ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഉത്തമമായ ഒരു ആരാധന ദൈവത്തിന് വേണ്ടി കഴിക്കുമ്പോൾ നമ്മുടെ സർവീസ് ഉണ്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. And when we give worship to God, we have to see about the standard of our life of service. നാം പ്രതിഫലേച്ഛ കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നവരാണോ എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. We have to see whether we are serving others without expecting anything in return. നാം മൂന്നാമത്തെ മുഖത്തിലേക്ക് കടന്നു വരികയാണ്. And we come to the third phase. അത് കഴുകന്റെ മുഖമാണ്. And it's the face of an eagle. ഒന്ന് സിംഹത്തെ പോലെ അതോറിറ്റി നമുക്കുണ്ടായിരിക്കാം, രണ്ട് നമുക്ക് കാളയെ പോലെ ഹ്യൂമിലിറ്റി നമുക്കുണ്ടായിരിക്കാം, മൂന്നാമത് കഴുകനെ പോലെ സ്പിരിച്വാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. First is we should have authority like a lion. Secondly, we should have humility like an ox. And third question is whether we have spirituality like an eagle. ഏറ്റവും കൂടുതൽ പറന്നുയരുന്ന കഴുകൻ. An eagle rises up above everything else. പറന്ന് ഉന്നതങ്ങളിൽ എത്തുമ്പോൾ സൂര്യനെ നേരിട്ട് നോക്കുവാൻ സാധിക്കുന്നത് കഴുകന്റെ കണ്ണുകൾക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത്. And it says that, and it is said that when the eagle is able to fly up and up, and only eagle's eyes can see the sun closely. ആത്മീയതയുടെ ഔന്നത്യമായ അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്ന കഴുകന്റെ മുഖം. And eagle's face represents a very high standard of spirituality. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. യെശയ്യാവ് 40:31. Isaiah 40:31 we read like this. യെശയ്യാ 40:31. അത് കണ്ടോ, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. But those who wait on the Lord shall renew their strength, they shall mount up with wings like eagles. അവൻ ആത്മീയ ജീവിതത്തിൽ ഉയർന്നു പോകുമ്പോൾ ഓടുകയും ചെയ്യുമ്പോൾ ക്ഷീണിച്ചു പോവുകയോ തളർന്നു പോവുകയോ ഒന്നും അവൻ ചെയ്യുകയില്ല. And when he is continuing his spiritual journey, he is not getting weary or tired. ഈ കഴുകന്റെ ഒരു പ്രത്യേകത, ഏത് അവസരം കിട്ടുമെങ്കിലും പെട്ടെന്ന് ഇരയെ കൊത്തിപ്പറിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. One thing about eagles we see is that quickly snatches its prey and it goes into the skies. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഫലപ്രദമായി പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് ഉയരങ്ങളിലേക്ക്, ആത്മീയ അവസ്ഥയിലേക്ക്, സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് പറന്നുയരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. The question is whether the opportunities we get, are we utilizing that and reaching up to heavens. ഇത് സഹോദരൻ ജോയൽ സ്തോത്രം ചെയ്തപ്പോൾ ഒരു പദപ്രകാരം പ്രയോഗിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. എവരി ഓപ്പർച്യൂണിറ്റി, നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ദൈവത്തിന്റെ ദാനങ്ങളാണ്. And today when Brother Joel was praying, he said a term which I noticed, which he said, every opportunity is granted to us by God. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു ലഭിക്കുന്നതല്ല. And the opportunities given to us does not come back second time. ആത്മീയമായിട്ട് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി നമുക്ക് അത് ഉന്നതങ്ങളിലേക്ക്, ആത്മീയമായ അവസ്ഥയിലേക്ക് പറന്നുയരാൻ സാധിക്കണം. The spiritual opportunities given to us, let's utilize that and let's fly into the fly up. ദൈവം നൽകുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. We should be able to utilize the opportunity given to us by God as much as possible. അതാണ് ഒരു ആരാധനയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. That is what God expects from a worship. ഈ കഴുകന് കാറ്റിനെതിരെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. And it is said that the eagle has the strength to prevail against strong winds. നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെയുള്ള ഒരു നിയന്ത്രണമാണ്. We know that Christianity is a direction against the current. നമുക്ക് അനുകൂലമായിരിക്കത്തില്ല ഒരിക്കലും സാഹചര്യങ്ങൾ.
the circumstances will not be suitable to us. നമുക്ക് ആദ്യം ക്രൈസ്തവരുടെ സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. When we study the history of the first century churches, we can see lakhs of people have been killed. അമ്മയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന സീനിൽ ആ അവസ്ഥയിൽ പോലും എന്റെ കർത്താവിനെ ഞാൻ മുറുകെ പിടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന അമ്മമാരെ നാം അവിടെ കാണുന്നു. And we see mothers who, when their children are slaughtered before them, they say that I will still hold on to my God. ആർക്ക് സാധിക്കും ഇന്ന്? ആർക്ക് സാധിക്കും? അന്ന് അത്രമാത്രം പ്രതിസന്ധിയിൽ കൂടെ ഒന്ന് ആരാധിക്കാൻ ഗുഹകളിൽ കയറി ഒളിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിരുന്ന കാലഘട്ടം. Today, how is it possible in those days even to worship God? They had to hide in caves and do this. ഇന്ന് നമുക്ക് ഒഴുക്കുമില്ല, കാറ്റുമില്ല, ഒന്നുമില്ല. വളരെ സുഖകരമായിട്ട് ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലും കാണിക്കാൻ പോകാം. യാതൊരു കുഴപ്പമില്ലാത്ത അവസ്ഥയിലായി മാറിയിരിക്കുന്നു. Today there is no current, no obstacles. We can come here freely and worship God indifferently, and this is how the situation has become. ഈ കഴുകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു പക്ഷിയെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അടയ്ക്കാക്കുരുവി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. സാധാരണ അതിനെ ഹമ്മിങ് ബേർഡ്സ്, ഹമ്മിങ് ബേർഡ്സിനെ പോലുള്ള ചെറിയ പറവകളുണ്ട്, ചെറിയ പക്ഷികളുണ്ട്. When we think about eagles, we also have to think about another bird like hummingbird. At this time, ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പൂവിന്റെ ഒക്കെ അടുത്ത് പോയി അവിടെ തേനൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് ഈ പൊതുവെ ഈ കഴുകൻ കഴിക്കുമ്പോൾ കട്ടിയായ ആഹാരത്തോട് വലിയ താല്പര്യം. And they go around certain flowers, they take the nectar, and they are not used to having the strong food. ഈ അടയ്ക്കാക്കുരുവെ പോലെ നാം പലരും എല്ലാവരും today many of us are like this hummingbird. അതുകൊണ്ടായിരുന്നു പത്രോസ് പറഞ്ഞു ഈ പാലുകുടിയൊക്കെ നിർത്തുക. That's why Peter said stop drinking of milk. ഈ കാലം നോക്കിക്കഴിഞ്ഞാൽ ഉപദേശകന്മാരാകേണ്ട സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴും പാലുകുടി തന്നെ. And looking at the time, you should have become teachers, but even now you are drinking milk. ഈ അടയ്ക്കാക്കുരുവെ പോലെ അവിടെ ഇങ്ങനെ വട്ടം ചുറ്റി കളയുക. And like hummingbird, we are just circling around a certain place. ഈ ഞായറാഴ്ചയൊക്കെ വന്നിട്ട് എന്തെങ്കിലും കാണിച്ച് തിരിച്ചു പോകുന്ന ഒരു പ്രവണത. And it's a tendency like coming on Sunday and worshiping God and just returning back. അവസരം കിട്ടുമ്പോൾ കട്ടിയായ ആഹാരം ജീവികളെ പിടിച്ചുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് പറന്നുയരുന്ന കഴുകന്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കും. We should have the attitude of eagle. When it gets a chance, it snatches its prey and it flies to the skies. അപ്പോൾ നാം അതോറിറ്റിയെ കുറിച്ച് ചിന്തിച്ചു, അതിനുശേഷം ഹ്യൂമിലിറ്റിയെ കുറിച്ച് ചിന്തിച്ചു, അതിനുശേഷം സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ചിന്തിച്ചു. അടുത്തത് നാം മനുഷ്യമുഖത്തെ കാണുകയാണ്. And we saw about authority, we saw about humility, we saw about spirituality, and next we see the face of a human. Humanity. It's humanity. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും 3 കാര്യങ്ങളുണ്ടെങ്കിലും അത്യന്തികമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നാം കേവലം മനുഷ്യരാണ്. And even though we possess all these 3 things, essentially we have to understand that we are human at the end. നമ്മുടെ ശരീരം വെറും മൺകൂടാരങ്ങളാണ്. And our body is just earthly tabernacle. എത്രമാത്രം സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിലും നാം അത്യന്തികമായിട്ട് മനസ്സിലാക്കുക നാം വെറും മൺകൂടാരങ്ങളാണ്. How much of spirituality we possess, we have to understand we are just earthly tabernacles. നമുക്ക് വിശ്രമം ആവശ്യമുണ്ട്. We need rest. നമുക്ക് എന്റർടൈൻമെന്റുകൾ ആവശ്യമുണ്ട്. We need entertainment. അങ്ങനെ പലതും നമ്മൾ ക്ഷീണിച്ച് അവശനാകുന്ന ഒരു ശരീരത്തിന് ഉടമകളാണ്. അതുകൊണ്ട് നാം വെറും മനുഷ്യരാണ്. We possess bodies that can be overcome by tiredness, so we have to remember that we are mere humans. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം നിങ്ങൾക്കറിയാമായിരിക്കും, പക്ഷെ ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല. Sometime back an incident took place, you may know, but I'm not going to mention that person by name. ക്രിസ്ത്യൻ അപ്പോളജറ്റിക് രംഗത്ത് ഉന്നതമായ പദവിയിലിരുന്ന ഒരു വ്യക്തി, a person who was a well-known Christian apologetic, അനേകായിരങ്ങളെ വിശ്വാസത്തിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വെല്ലുവിളിയായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്. He was a Christian apologist, well known, and who was good in debating, and who was even able to debate with people having scientific knowledge. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അയാളെ കുറിച്ച് ഉണ്ടായിരിക്കുന്ന വിഖ്യാതങ്ങൾ എന്നെ വളരെയേറെ വിഷമിപ്പിച്ചു. And after his death, certain things came to light that portray him in a slightly bad light, and that even pained me. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പ്രതിപാദിക്കുന്നത്. I don't know whether it is true, that's why I'm not mentioning him by name. എത്രമാത്രം ഔന്നത്യത്തിലുള്ളതാണെങ്കിലും നാം കേവലം മനുഷ്യരാണെന്ന് തിരിച്ചറിയുക. We have to understand that how much our high standards we possess, at the end we are all humans. പറയുമ്പോൾ നമുക്ക് പറയാം, പല കാര്യങ്ങളും പറയാൻ സാധിക്കും, പക്ഷെ നാം കേവലം മനുഷ്യർ മാത്രമാണ്. We have many things to claim, but at the end of the day we are mere humans. ഏദൻ തോട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, ആദത്തിനെ ദൈവം ഏകനായിട്ടാണ് ആദ്യം സൃഷ്ടിച്ചത്.
When we look at the Garden of Eden, we can see in the beginning God created Adam as one person. അവനെ നോക്കിക്കൊണ്ട് കർത്താവ് പ്രകാരം പറഞ്ഞു, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാൻ തക്ക തുണയെ കൊടുക്കും. And looking at him, the Lord said, "It is not good for man to be alone. I will make him a suitable helpmate." ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ പോരായ്മകൾ കർത്താവിന് അറിയാമായിരുന്നു. As a human, the Lord knew his weakness. സകലത്തിന്റെ ഉടയവനായ ഞാൻ യഹോവയായ ഞാൻ നിനക്കുണ്ട്, നിനക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. And God did not say that I, God who possess everything, I am enough for you. The Lord didn't say like that. അവന്റെ വൈകാരിക ഘടനയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഇണയെ അവന് സമ്മാനമായി. And to satisfy the emotions that he had, God created a helper for him. മനുഷ്യനുള്ളത് ഇന്നതെന്ന് ദൈവത്തിന് അറിയാം. And God knew what is inside a man. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാം. God knows our wants. മനുഷ്യൻ കേവലം മൺകൂടാരമാണ്. And man is just an earthly tabernacle. അപ്പോൾ നാം ഇപ്പോൾ ഇത്രയും ചിന്തിച്ചതിൽ വെച്ച് നമുക്ക് സിംഹത്തിന്റെ രൂപം അതോറിറ്റിയെ കാണിക്കുന്നു. And what we considered so far is a lion shows authority. കാളയുടെ മുഖം ഹ്യൂമിലിറ്റിയെ കാണിക്കുന്നു. And the face of ox shows humility. കഴുകന്റെ മുഖം സ്പിരിച്വാലിറ്റിയെ കാണിക്കുന്നു. The face of eagle shows spirituality. മനുഷ്യ മുഖം ഹ്യൂമാനിറ്റിയെ കാണിക്കുന്നു. And the face of man shows humanity. ഇതാണ് ഒരു ആരാധകൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനമായ സ്വഭാവവിശേഷം. And this is the main qualities a worshipper should possess. ഇതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും? How is it possible to bring this into practical life? പ്രായോഗിക തലത്തിൽ നാം എവിടെ നിന്ന് ഇതെല്ലാം പഠിക്കും? And I mean, practical life, where are we going to learn all these things? ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അതിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം. The only answer I want to present before you is our Lord Jesus Christ. ആദിമ സഭാപിതാവായ ഐറേനിയൂസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഗോസ്പൽ 4 സുവിശേഷങ്ങളിൽ ഈ 4 മുഖങ്ങളും കാണാൻ സാധിക്കും. The early church father Irenaeus has said like this: in the 4 gospels we can see the 4 faces. മത്തായിയുടെ സുവിശേഷം യഹൂദന്മാരുടെ രാജാവായിട്ട് വന്ന കർത്താവിന്റെ ചിത്രം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, സിംഹത്തിന്റെ മുഖം. Gospel of Matthew shows us Lord Jesus Christ who came as the King of Jews, which is the face of a lion. മർക്കോസിന്റെ സുവിശേഷത്തിൽ കാളയുടെ മുഖത്തോടു കൂടി സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുഖമായിട്ട് കാണിച്ചിരിക്കുന്നു. In the Gospel of Mark we see the face of an ox who is doing service to mankind. എന്നാൽ ലൂക്കോസ് ഉത്തമനായ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു, മനുഷ്യ വ്യക്തിയെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. But Luke has presented a very noble man there. സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഹോമറും പോലെയുള്ള അത്യുന്നതന്മാർ കൊടികുത്തി വാണിരുന്ന ആ കാലഘട്ടത്തിൽ, at the time of great Greek philosophers like Socrates, Aristotle, Plato, എവിടെ ഒരു ഉത്തമ പുരുഷൻ എന്ന് ഇവർ തിരഞ്ഞു നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, then when they were searching for a noble man, ലൂക്കോസ് പ്രകാരം പ്രഖ്യാപിച്ചു, അല്ലയോ തിയോഫിലേസേ, ഞാൻ ഉത്തമനായ ഒരു പുരുഷനെ നിനക്ക് കാണിച്ചു തരാം, നസ്രായനായ യേശുക്രിസ്തു. And Luke said like this: "O Theophilus, I am going to show you a noble man who is none other than the Lord Jesus Christ." മനുഷ്യ മൃഗത്തെ പ്രകടമാക്കുന്ന കർത്താവിന്റെ മുഖം. And the Lord's face, which is showing the face of a man. യോഹന്നാന്റെ സുവിശേഷം കഴുകന്റെ മുഖത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. And the Gospel of John represents eagle. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നുള്ള അത്യുന്നതമായ പ്രസ്താവനയോടുകൂടി ആരംഭിക്കുന്ന സ്പിരിച്വാലിറ്റിയുടെ ഉത്തുംഗ സംഘത്തിൽ കയറി നടക്കുന്ന പുസ്തകം യോഹന്നാന്റെ പുസ്തകം. The Gospel of John says that in the beginning was the Word, and the Word was with God, and Word was God. And he begins the Gospel with such high theological matters. ഒന്നാമത്തെ കാര്യം നമുക്ക് ഒന്ന് ചിന്തിക്കാം, കർത്താവിന്റെ സവിശേഷതകൾ. First we can see about the specialities of the Lord. കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് എത്രയോ അതോറിറ്റിയോട് കൂടിയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. We can see the Lord is purifying the temple with great authority. അവിടെ ആടുമാടുകളെ അടിച്ചിറക്കുന്ന ചാട്ടവാറുണ്ടാക്കി അതിനെതിരെ പ്രതിഷേധിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. We can see the Lord is creating a whip and is driving the animals out of the temple. പീലാത്തോസിനോട് കർത്താവ് പ്രകാരം പറഞ്ഞു, അല്ലയോ പീലാത്തോസേ, ഉയരത്തിൽ അധികാരം ലഭിക്കാതെ നിനക്ക് എന്നെ തൊടുവാൻ സാധ്യമല്ല എന്ന് കർത്താവ് പറയുന്നു. The Lord told Pilate, unless you get authority from above, you cannot touch me. അങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷകളെല്ലാം ആധികാരികമായിരുന്നു. And in Matthew we see that Lord did his service with authority. ലാസറിന്റെ കല്ലറക്കൽ ചെന്ന് ലാസറെ നീ പുറത്തിറങ്ങി വീഴുക എന്ന് പറയുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. We can see the Lord who is going to
the tomb of where Lazarus was buried, and he says, "Oh Lazarus, come out." അതുപോലെ തന്നെ കാളയുടെ മുഖം സർവീസ് ആൻഡ് സാക്രിഫൈസിന് വേണ്ടി വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. And the face of ox shows that the Lord Jesus Christ who came for service and sacrifice. കാല് കഴുകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. We see a Lord who is washing the feet of his disciples. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. We see that the Lord is helping the needy. രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു. We can see the Lord touching the sick people and healing them. എങ്കിലും കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് ഒരു അറവ് മാടിനെ പോലെ കൊണ്ടുപോകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. But at the same time the Lord is taken to Calvary like a sheep taken to slaughter. അതെ, സർവീസിനും സാക്രിഫൈസിനുമായി കാളമുഖത്തോടു കൂടി വന്ന നമ്മുടെ കർത്താവായ യേശു. And we see our Lord Jesus Christ who came for sacrifice and service, taking the face of an ox. അവസാനമായിട്ട് നമുക്ക് ഹ്യൂമാനിറ്റിയിലേക്കാണ് നാം വരുന്നത്. Finally we come to see the face of humanity. അവൻ പടകിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. നാം ഇന്ന് ആരാധനയ്ക്ക് കർത്താവിന്റെ അവസ്ഥയെക്കുറിച്ച് നാം ഒത്തിരി കേട്ടതാണ്, അങ്ങോട്ട് പോകുന്നില്ല. He was sleeping on the boat. Today morning we heard very much about the human character of our Lord, so I'm not going into that. കരയുന്നവനോടുകൂടി കരയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. The Lord who is weeping with those who are weeping. കരമടയ്ക്കുവാൻ ഒരു മത്സ്യത്തെ ആശ്രയിക്കുന്നു നമ്മുടെ കർത്താവ്. And the Lord who is depending on a fish to pay his taxes. ദാഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, വിശക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. The Lord who is hungry, the Lord who is thirsty. എത്രമാത്രം ഔന്നത്യത്തിൽ നിൽക്കുന്നെങ്കിലും തന്റെ ആ ഹ്യൂമാനിറ്റിയെ തിരിച്ചറിഞ്ഞ നമ്മുടെ കർത്താവ്. The Lord who was so great, but at the same time he realizes his human condition. അടുത്തായിട്ട് നാം കാണിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് നാം വായിക്കുന്നത്. And finally we see about spirituality shown in the Gospel of John. നമുക്ക് അതികാലത്തെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിട്ട് പോലും. We can see the Lord, even though he was God, he is waking up early in the morning and going to pray. ശിഷ്യന്മാർ വന്ന് പ്രസംഗിക്കാനല്ല പഠിപ്പിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മീയ ഔന്നത്യം അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് the disciples came to Lord and asked him to teach them to pray but not to preach, because they knew the spiritual excellence in the life of Lord Jesus Christ. കർത്താവിന്റെ ആത്മീയമായ, നമുക്കറിയാം, മലകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഗത്സമന തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ആത്മീയമായിട്ട് ഔന്നത്യത്തിലെത്താൻ ശ്രമിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. We can see the Lord Jesus Christ praying on the mountains. We can see him praying in the Garden of Gethsemane, and wherever possible he is taking the opportunity to always strive for spiritual excellence. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണ്ടേ? And dear believers, shouldn't we have this nature of the Lord in our life also? ഗലാത്യലേഖനം 2:20 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. Galatians 2:20 we read like this. ഗലാത്യലേഖനം 2:20 ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന്. അതിനുശേഷം താഴോട്ട് പറയുമ്പോൾ ദൈവസാദൃശ്യത്തിൽ ഇരുന്നവനാണെങ്കിലും എളിമ ധരിച്ച് താഴോട്ട് വന്ന നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. And we read that let this mind be in you which was in Christ Jesus, and later we read that though he was God yet he became man. എത്രമാത്രം ഔന്നത്യത്തിൽ ഇരിക്കുവാണെങ്കിലും താഴ്മ ധരിക്കുന്ന ഒരു മനോഭാവം. How much ever excellent he is able to take the form of humility there. അവസാനമായിട്ട് ഞാൻ നിർത്തുന്നതിന് മുമ്പാകെ ഇയ്യോബിന്റെ ഒരു വാക്യം കൂടി കടമെടുക്കട്ടെ. And I want to borrow a word from Job before I conclude. ഈ ദേഹം എത്രമാത്രം അഴുകി നാറിയാലും ഈ പൊടിമേൽ എന്റെ ദൈവം ഇരിക്കും, എന്റെ വീണ്ടെടുപ്പുകാരനിരിക്കും. And how much ever this body is decaying, my Lord will stand upon the dust. അന്യനല്ല, സ്വന്ത കണ്ണുകളാൽ ഞാൻ അവനെ കാണും. I will see him not with other eyes but with my own eyes. സുവിശേഷങ്ങളിൽ കാണുന്ന കർത്താവിനെ ആസ്വദിച്ചുകൊണ്ട് ഈ മരുഭൂമി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഞാനും നിങ്ങളും എന്റെ ശരീരം അഴുകി നാറുമായിരിക്കും. എനിക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമായിരിക്കും. And we who are looking at Lord Jesus Christ and leading the spiritual journey, I may have physical difficulties in my life. എന്നാൽ എന്നെ വീണ്ടെടുത്ത എന്റെ പ്രാണപ്രിയനെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും, യഥാർത്ഥമായി ആരാധിക്കും ഞാൻ അവനെ. And I will see the Lord who redeemed me, and I will worship him with my own eyes. ഇത് നാം കാണുന്ന ആരാധനകളൊന്നും ആയിരിക്കുമല്ല. അവിടെ ചെല്ലുമ്പോൾ നാം വ്യത്യസ്തമായ ആരാധന, സ്വന്തം കണ്ണുകൾ കൊണ്ട് നമ്മുടെ കർത്താവ്, അയ്യോ എന്റെ കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം തുറന്നുള്ള ആരാധന നമുക്ക് അവിടെ കാണാൻ സാധിക്കും. It may not be like the worship today, but when we see him face to face, oh Lord, I want to worship you who gave his life for me, and we'll be worshiping in him like this. നാം മരുഭൂമിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. Today we are traveling through the desert. ഓരോ ദിവസം കൂടുന്നതോറും നമ്മുടെ ശരീരം അഴുകി നാറിക്കൊണ്ടിരിക്കുകയാണ്. Every day passing by, our body is decaying. എങ്കിലും അന്തിമമായ പ്രത്യാശ നമ്മുടെ പ്രാണപ്രിയനെ നാം കാണുന്നു. But the final hope is that we will see the Lord face to face. അവൻ ഈ പൊടിമേൽ നിൽക്കും, അന്യനല്ല, സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ. I will stand on the dust, and not with others' eyes but with my own eyes I will see him.
അതിന് ലോകത്തിൽ നിന്ന് വേർപെടണം നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. And when we are in this world, we have to live a separated life. ഇന്ന് നാം പഠിച്ച ഭാഗങ്ങളെല്ലാം നാം കാണുന്നത് തന്നെയാണ്. നാം ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ആസ്വദിക്കാൻ സാധ്യമല്ല. And what we studied so far is, even though we are in the world, we are not meant to enjoy these things. നമുക്ക് അതോറിറ്റിയോട് കൂടി ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. We cannot do the ministry with authority. നമുക്ക് ഹ്യൂമിലിറ്റിയോട് കൂടി ജീവിക്കാൻ സാധ്യമല്ല. We cannot live with humility. നമുക്ക് ഉന്നതമായ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ സാധ്യമല്ല. We are not able to reach the high standards of spirituality. ഹ്യൂമാനിറ്റി കേവലം മനുഷ്യനാണെന്ന തിരിച്ചറിവ് നമുക്ക് ലഭ്യമാകില്ല. We will not have the realization that at the end of the day we are mere humans. ലോകമേതും യോഗ്യമല്ലെനിക്കതാൽ ശോകമുണ്ടു ഭാഗ്യം ഉണ്ടു ക്രിസ്തനിൽ. ലോകമേതും യോഗ്യമല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യമുണ്ടു ക്രിസ്തുവിൽ.